ഞാനിപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് ഇപ്പോൾ വന്നേ ഉള്ളേ. 2 മണി വരെ എനിക്കുണ്ടായിരുന്നു ഡ്യൂട്ടി കേട്ടോ. ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും കുറച്ച് ബിസി ആയിപ്പോയി. അങ്ങനെ അവിടെ സ്റ്റക്കായി. ഞാൻ ഇപ്പം ഇങ്ങ് വന്നതേ ഉള്ളൂ. ഞാൻ ചോറ് കഴിച്ചത് രാവിലെ ഞാൻ ഓട്സ് കഴിച്ചത് 9 മണിയായപ്പോൾ ഒന്നും കഴിച്ചില്ല. അപ്പം ഞാനേ ബിരിയാണി വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആമ്പൂർ ബിരിയാണിയാണേ. കാരണം ലേറ്റായി പോയില്ലേ, അപ്പം അത് കഴിക്കണം. നിങ്ങളെല്ലാവരും ഇന്ന് സൺഡേ എന്തെടുക്കുമായിരുന്നു? എന്തെല്ലാം സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി എല്ലാവരും പുറത്തൊക്കെ പോയിട്ടുണ്ടാവും അല്ലേ? എനിക്ക് നല്ലപോലെ വിശക്കുന്നുണ്ട്. ഒക്കെ കഴുകി ഫ്രഷായിട്ട് വന്നിട്ട് ഫുഡ് കഴിക്കണം. വേർത്തു. ഇന്നും മഴയില്ല കേട്ടോ. ഇന്നലെയൊക്കെ ഭയങ്കര മഴയായിരുന്നേ. ഇന്ന് കുറച്ച് വേവുണ്ടോ. ഇന്ന് ഭയങ്കര ചൂടാണേ. ഇന്നലെ അത്രയും മഴ പെയ്തിട്ട് ഞാൻ ഇന്നലെ രാവിലെ പെയ്ത മഴ ഇന്നലെ 4 മണിക്ക് പെയ്ത മഴ ഇന്ന് രാവിലെ വരെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും ഇപ്പോഴും ഭയങ്കര ചൂടാണ്. അപ്പം ഞാനേ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ആമ്പൂർ ബിരിയാണി കേട്ടോ, നല്ല രുചിയാണ്. ഞാൻ വന്ന് ഫുഡൊക്കെ കഴിച്ചു, ബിരിയാണിയൊക്കെ കഴിച്ചു, വയറ് നല്ലപോലെ നിറഞ്ഞു. ഞങ്ങൾക്കൊരു ട്രീറ്റ് കിട്ടിയതാണ് കേട്ടോ. ഞാൻ വാങ്ങിച്ചതൊന്നുമല്ല. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ബിരിയാണി. ആമ്പൂർ ബിരിയാണിയാണ് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിലേ കുറേ കുട്ടികൾ വന്നിട്ടുണ്ട് കേട്ടോ. കുക്കുവിനെ കളിക്കാൻ വിളിക്കുക. കുക്കുമ്മ വാ. എന്നിട്ട് ഒന്ന് ഒരു കാര്യം പറയാനുണ്ട് കേട്ടോ. എന്താണെന്നറിയാം, ഞാൻ അന്ന് പറഞ്ഞൊരു സ്റ്റോറി പറഞ്ഞില്ലായിരുന്നു നിങ്ങളോട്. എനിക്കൊരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ പപ്പിക്കുട്ടിയുള്ള സമയത്ത് തന്നെയാണ് പപ്പിക്കുട്ടി ആദ്യം ഉള്ളത്. അത് കഴിഞ്ഞ് ഒരു പഴയ വീടിൻ്റെ അവിടെ കുറേ കുട്ടികൾ, തമിഴൻസാണേ, കുട്ടികൾ വന്നിട്ട് എൻ്റെ കുക്കുവിന് നോക്കുക കേട്ടോ. എന്നിട്ട് എന്താണെന്നറിയോ, അവിടെ ഇപ്പം എൻ്റെ മുടി മുറിച്ച് നിങ്ങൾ കണ്ടോ. സ്റ്റെപ്പ് ആൻഡ് ലെയറാണ് കേട്ടോ മുറിച്ചത്. ഞാനിങ്ങനെ കുറച്ച് നീണ്ട് കഴിയുമ്പോഴത്തേക്കും ഞാൻ മുറിക്കും. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് പറയാം. വന്നിട്ടുണ്ടല്ലോ. അപ്പം അവൾ ആ കുഞ്ഞിനെ എടുത്ത് ഞാൻ വളർത്തിയിട്ട് ഒരു ഒരു 2-3 മാസമായിട്ടുണ്ടാവുള്ളൂ, അത്രേ ഉള്ളൂ. അവൾ കരഞ്ഞ് അതിലേക്കൂടെ നടന്നപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്ക് എന്നെ വളർത്താമെന്ന്. അങ്ങനെ പുള്ളിക്കാരെ സമ്മതിച്ചു കേട്ടോ. അങ്ങനെ അവൾ വളർത്തി. അവൾ എൻ്റെ കൂടെ 5 വർഷം ഉണ്ടായിരുന്നു കേട്ടോ. അവൾ അടുക്കളയിൽ പോയിട്ടുണ്ട്. ഒരു സാധനം കട്ടെടുക്കില്ല. ചിക്കനും മട്ടനും എന്ത് വെച്ചാലും അവൾക്ക് ഒരു കുഴപ്പമില്ല. അവളൊന്നും കട്ടെടുക്കില്ല കേട്ടോ. നമ്മൾ കൊടുത്താൽ മാത്രം കഴിക്കും. പിന്നെ ഇന്ന് വരെ അവൾ എന്നെ മാന്തിയിട്ടില്ല കേട്ടോ. ഒന്നും കടിച്ചിട്ടുമില്ല, മാന്തിയിട്ടുമില്ല. അങ്ങനെ അവൾ കുറേ നാൾ കഴിയുമ്പം ഡെലിവറി ആയി കേട്ടോ. ആദ്യ ഡെലിവറിക്ക് കണ്ട് 3 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ആ 3 കുഞ്ഞുങ്ങളെ കൊടുത്തു. പിന്നെ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ പൂച്ചകൾ പ്രസവിക്കുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ പൂച്ചകൾ കൂടി വന്നു കേട്ടോ. അപ്പോഴത്തേക്കും പിന്നെ കംപ്ലൈൻ്റൊക്കെ ആയി, എല്ലാവർക്കും ഭയങ്കര ഡിസ്റ്റർബൻസൊക്കെ ആയി. പിന്നെ ഒരു ദിവസം എന്നറിയോ, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള വീടിൻ്റെ മുകളിൽ അത് ആ പൂച്ചകൾ എന്ന് പറഞ്ഞാൽ അതൊരു ഏകദേശം ഒരു 5 മന്ത് ആയിട്ടുണ്ട് കേട്ടോ. എനിക്കാണ് കുഞ്ഞുങ്ങളെ കാണുമ്പോൾ കൊടുക്കാൻ മനസ്സിലല്ലോ. ഞാൻ 2-3 എണ്ണത്തിന് അഡോപ്ഷന് കൊടുത്തു. ഒരു 3000 രൂപയ്ക്ക് അഡോപ്ഷന് കൊടുത്തു. കാരണം എനിക്ക് അതുങ്ങളെ ഒരിടത്ത് ഇങ്ങനെ പുറത്ത് വിടാൻ ഇഷ്ടമില്ലായിരുന്നു. കാരണം എവിടെയെങ്കിലും വിട്ട് കഴിഞ്ഞാൽ അതുങ്ങൾ ചത്തുപോവില്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്തു, എല്ലാ അഡോപ്ഷനും കൊടുത്തു. പിന്നെ ഒരു പൂച്ചക്കുഞ്ഞ് ഞങ്ങളുടെ വീടിൻ്റെ ഇപ്പുറത്തെ ബിൽഡിങ്ങിൽ ഏറ്റവും ടോപ്പിൽ കയറിയിട്ട് താഴെ ഒരു സ്റ്റെപ്പ് പോലെ ഉണ്ടാവും, ഇങ്ങനെ ഒരു ചിമ്മിനി പോലെയില്ലേ, അവിടെ ഇരുന്നിട്ട് അവൾക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. എന്നിട്ട് പിന്നെ ഞങ്ങളെല്ലാം കൂടെ കൂടി കമ്പേ കുത്തി താഴെ ഇങ്ങനെ തുണി വിരിച്ചിട്ട് നമ്മൾ ഫിലിമിലൊക്കെ കാണുന്ന പോലെ അവളെ ചാടിച്ച്, അയ്യോ ഞാൻ എന്തേ സഹിച്ചിട്ടുണ്ടായിരുന്നു ഈ പൂച്ചയെ കൊണ്ട്. പിന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മദറിലൊക്കെ വരുമ്പം അവർക്ക് പൂച്ച കുഴപ്പമില്ല, പക്ഷേ പട്ടികളെ ഇഷ്ടമല്ല കേട്ടോ. ഞാൻ ഒത്തിരി എൻ്റെ മിന്നുവിനെ കൊണ്ട് ഞാൻ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ മിന്നുവിന് വേണ്ടി ഞാൻ, എൻ്റെ പപ്പിക്കുട്ടിക്ക് വേണ്ടി ഞാൻ ഒത്തിരി സഹിച്ചിട്ടുണ്ട്. അവളെൻ്റെ ഒരു റൈറ്റ് ഹാൻഡായിരുന്നു എല്ലാത്തിനും. ഇപ്പോഴും ഉള്ള കാര്യം പറയാൻ എനിക്ക് ഭയങ്കര വിഷമമാണ്. അതുപോലെയായിരുന്നു എൻ്റെ സ്വീറ്റി ഇപ്പം പോയിട്ടിപ്പം 2.5 വർഷമായി. ഈ ഒക്ടോബർ 31 വരുമ്പം അവൾ പോയിട്ടിപ്പം 2.5 വർഷമാവും. അവളൊരു ദിവസം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാം കൂടെ അകത്തിരുന്ന സമയത്ത് ഇവളിങ്ങനെ ഈ പൂച്ചകളൊക്കെ എലിനെയൊക്കെ പിടിക്കാൻ പോകുമല്ലോ.
അവളിങ്ങനെ പോയത് അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ. ആ ഗ്രൗണ്ടിൽ ഇങ്ങനെ പോയിരുന്നു. ഇങ്ങനെ നമ്മളിപ്പോൾ അറിയാലോ പൂച്ചകളൊക്കെ ആണെങ്കിലും പുലിയാണെങ്കിലും കോൺസെൻട്രേഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ ആ മൈൻഡിൽ ഉള്ളി ഫുൾ അതിൻ്റെ ഇര മാത്രമല്ല അവരുടെ മനസ്സിലുള്ളൂ, വേറെ ഒരിടത്തും അവർ ചിന്തിക്കുമല്ലോ. അങ്ങനെ പോയിരുന്നപ്പോഴാണെന്നറിയില്ല പട്ടികൾ പിടിച്ച് അന്നത്തേക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ കൂടെ ഞങ്ങളുടെ റിലേഷൻ ഉണ്ടായിരുന്നേ. അവരിങ്ങനെ പാല് വാങ്ങാൻ പോയി പറഞ്ഞു, ഇങ്ങനെ ഷിബ ഇങ്ങനെ സ്വീറ്റിനെ പട്ടി പിടിച്ചെന്നാണ് തോന്നുന്നു, ഓടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം പട്ടി ഓടിച്ചിട്ട് അവിടെ ഒരു ബൈക്കുണ്ട് കേട്ടോ. ആ ബൈക്കിൻ്റെ അടിയിൽ കയറിയിരുന്നു. അപ്പോഴത്തേക്ക് കുറേ 3-4 പട്ടികളെല്ലാം കൂടെ കൂടി വന്ന് അറ്റാക്ക് ചെയ്ത് അവൾ പേടിച്ചിട്ട് പുറത്തിറങ്ങുമ്പോഴത്തേക്കും പുറത്ത് ആ ബാക്കിലൊരു കടിച്ചു. എന്നിട്ട് എനിക്കറിയാം, എന്നോട് പറഞ്ഞു ഷീബ അവിടെ ഉണ്ട്, പോയി നോക്കാൻ പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ അവളെ ഇങ്ങനെ കടിച്ചു വലിച്ചിട്ട് ആ റോട്ടിൽ ഇങ്ങനെ കടിച്ചു വലിച്ചുകൊണ്ട് പോവുക. ദൈവമേ, ഞാൻ എൻ്റെ കുഞ്ഞിനെ പോയി എടുത്തിട്ട് കുറച്ച് ജീവനേ ഉള്ളൂ. എന്നിട്ട് അവളെൻ്റെ മടിയിലിരുന്നാ പോയത്. പാവമായിരുന്നു. അത് എൻ്റെ മിന്നു പോയിട്ട് എൻ്റെ മിന്നുമ്മ പോയി, ജനുവരി പോയി. ആഫ്റ്റർ 11 മന്ത് കഴിഞ്ഞപ്പോഴാണ് സ്വീറ്റിയും പോയി. അങ്ങനെ എനിക്കിഷ്ടമുള്ള 2 പേരും പോയി. എനിക്കൊരു മനുഷ്യന് പോയി കഴിഞ്ഞും കൂടുതൽ വിഷമമായിരുന്നു ഞാൻ വളർത്തി അവർ 2 പേരും പോയിട്ട്. ഇപ്പോൾ അതുപോലെയാണ് എൻ്റെ കുക്കു. ഇപ്പോൾ എൻ്റെ കുക്കു എൻ്റെ റൈറ്റ് ഹാൻഡാണ്. അയ്യോ, ഇപ്പം ഞാൻ അവളെ അഡോപ്ഷന് കൊടുത്തിട്ട് പിന്നെ ബോർഡിങ് കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ പോകുന്നത്. വീട്ടിലെവിടെയെങ്കിലൊക്കെ ഞങ്ങൾ 2 പേരും ഇല്ലെങ്കിൽ വീട്ടിൽ പോവുകയാണെങ്കിൽ പിന്നെ എനിക്ക് എൻ്റെ സ്വീറ്റിയും എൻ്റെ മിന്നുമാന്നാണ് ഞാൻ വിളിക്കുന്നത്, എൻ്റെ പപ്പിക്കുട്ടി. അവളും കൂടെ ഭയങ്കര കൂട്ടാണ് കേട്ടോ. എനിക്ക് ഒരു വീഡിയോ എൻ്റെ ഉണ്ടായിരുന്നു, എല്ലാം ഡിലേറ്റ് ആയിപ്പോയി. ഇപ്പോൾ ഈ യൂട്യൂബിലുള്ള സമയമായിരുന്നെങ്കിൽ എനിക്കത് ഉണ്ടായിരുന്നു, നിങ്ങളൊക്കെ കാണിക്കായിരുന്നു. ഫോട്ടോ ഒക്കെ ഉണ്ട് കേട്ടോ. 2 പേരും ഒരുമിച്ചേ കിടക്കുള്ളൂ. അങ്ങനെ ഭയങ്കര ക്ലോസ് ആയിരുന്നു. ഒരിക്കലും നമ്മൾ പറയില്ലേ പൂച്ചയും പട്ടിയാണ് കൊല്ലുന്നത്, പക്ഷേ ആണെങ്കിൽ നമ്മൾ അവരെ എങ്ങനെ വളർത്തുന്നു അതുപോലെയാണ് നമ്മളെ ഡിസിപ്ലിൻ എങ്ങനെയാണോ അത് തന്നെ അവർക്കും കിട്ടും. കുട്ടികളെ എങ്ങനെ വളർത്തുന്നു അതുപോലെ തന്നെ നമ്മൾ മൃഗങ്ങളെ വളർത്തിയാലും അതുപോലെ തന്നെ അവരാണ്. അപ്പം എൻ്റെ സ്വീറ്റിയുടെ കുഞ്ഞ് ഇപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലുണ്ട് കേട്ടോ. അതൊരു പെൺകുഞ്ഞാണ്. അവളിപ്പോൾ 2-3 പ്രാവശ്യം ഡെലിവറി ആയി. എൻ്റെ മദറിലോ പറയും, കാരണം അവിടെ എന്ന് പറഞ്ഞാൽ വില്ലേജൊക്കെ ഉണ്ട്, അവരൊക്കെ കണ്ടല്ലോ ഇഷ്ടമാണെങ്കിലും നമ്മളെപ്പോലെ സ്നേഹം കൊണ്ട് റിസ്ക് എടുക്കാമെന്ന് അവർക്ക് അത്ര വലിയ ഇഷ്ടമല്ല. പൂച്ചനെ വളർത്തും. ഈ പണ്ടുള്ള ആൾക്കാരൊക്കെ പൂച്ചനെ വളർത്തില്ല, എല്ലാവരുടെ വീടുകളിൽ പൂച്ച ഉണ്ടാവില്ലേ, അതെവിടെയൊക്കെ പോയി ഡെലിവറി ആകും വരും. അതിന് ഒരു പൂച്ച അത്രേ ഉള്ളൂ, എലിയെ പിടിക്കുന്ന ഒരു പൂച്ച അത്രേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വീട്ടിലും അങ്ങനെയൊക്കെ തന്നെയാണ്. പൂച്ചനെ ഇഷ്ടമൊക്കെ തന്നെയാണ്. പക്ഷെ ഞാനൊക്കെ പോയിട്ട് പൂച്ചനെ എടുത്തിങ്ങനെ ഉമ്മ കൊടുക്കുമ്പം അവർ വഴക്ക് പറയും. അവർക്ക് അങ്ങനെയൊന്നും പൂച്ചനെ എന്നിട്ട് പിടിച്ച് ഉടനെ പോയി കൈ കഴുകണം. അതൊക്കെ അവരിങ്ങനെ ശ്രദ്ധിക്കും. അങ്ങനെ എനിക്കാണ് പൂച്ചനെ ഇഷ്ടമുള്ളതുകൊണ്ട് അതൊക്കെ ഞാൻ ചില സമയത്ത് മറന്നു പോകും കേട്ടോ. അപ്പോൾ നിങ്ങൾ ശരിക്കും വൃത്തിയിലായിട്ടൊന്നും കണ്ടല്ല കേട്ടോ, കയ്യെ കഴുകും. പക്ഷെ എന്നാലും അവർ കാണാതെ ഞാൻ പിടിക്കും കേട്ടോ അതുങ്ങളെ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഡെലിവറി ആയിട്ടുണ്ട് എൻ്റെ സ്വീറ്റിയുടെ കുഞ്ഞ്. ഇപ്പം എൻ്റെ സ്വീറ്റിയുടെ കുഞ്ഞ് അവൾ മാത്രമേ ഉള്ളൂ, ഒരു പെൺകുഞ്ഞ്. എനിക്കൊരു പപ്പിക്കുട്ടിനെ വളർത്തണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ ഉണ്ടല്ലോ, എൻ്റെ മിന്നുമ്മൻ്റെ ഒരു കഥ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം കേട്ടോ. മിന്നുമ്മ പോയപ്പോൾ എനിക്ക് പിന്നെ പ്രത്യേകിച്ച് വേറൊരു പട്ടിക്കുട്ടികളെ വളർത്തണമെന്നൊന്നും ആഗ്രഹമില്ല. ഞാനല്ലെങ്കിൽ നേരത്തെ ഈ റോട്ടിൽ കൂടെ ഒക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് പുറത്തുനിന്ന് സംസാരിക്കട്ടെ. ഞാൻ പുറത്തെ കുറേ കുട്ടികൾ ടെറസിൻ്റെ മുകളിൽ വന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കേട്ടോ. അവർ പോയിട്ടില്ല, അവിടെയുണ്ട്. അപ്പോൾ എന്താണെന്നറിയാവോ, എന്താ പറഞ്ഞുകൊണ്ട് വന്നേ? ഞാൻ പോകുന്ന വഴിക്കൊക്കെ ഉണ്ടല്ലോ ഒത്തിരി പട്ടിക്കുട്ടികളെ കാണുമ്പോൾ ഞാൻ എല്ലാത്തിനും ഫുഡും ബിസ്ക്കറ്റും വാങ്ങിയിട്ട് പോകും. അതുങ്ങളെ നോക്കി ഞാൻ അവിടെ നിൽക്കും. അങ്ങനെ ഇഷ്ടംപോലെ ഡ്യൂട്ടിക്കൊക്കെ ഇനി സമയം പോയിട്ടുണ്ട്. കാരണം എനിക്ക് അതുപോലെ മൃഗങ്ങളെ ഇഷ്ടമാണ്. പിന്നെ ഒരു ദിവസം എന്നറിയുമോ, ഞാൻ അങ്ങനെ ഡ്യൂട്ടിക്ക് പോകുന്ന വഴിക്ക് ഒരു പട്ടി പാരലൈസിസ് വന്നാന്ന് തോന്നുന്നു കേട്ടോ. റോഡിൻ്റെ ഈ ഒരു ലോറി കിടപ്പണം, ലോറിൻ്റെ അടിയിൽ ഇങ്ങനെ കിടക്കുന്നു. അതിൻ്റെ കൂടെ ഒരു ജോഡിയുണ്ട് കേട്ടോ, 2 ആൺപട്ടിയാണ്. ഈ വീണ് കിടക്കുന്ന പട്ടി കുറേ നാളായെന്ന് തോന്നുന്നു, ഞാൻ അന്നേരം കാണുന്നത്. പക്ഷേ ഒത്തിരി വർഷം അവർ പറഞ്ഞു ഏകദേശം ഒരു 6-7 മാസമായിട്ട് ആ പട്ടിക്കുട്ടി അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ നല്ലപോലെ ഫുഡൊക്കെ കഴിക്കും, ഒരു കുഴപ്പമില്ല. അതിന് കഴിക്കുമ്പോഴല്ലോ കഴിക്കാൻ കിട്ടൂല. ഇങ്ങനെ കഴിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ പകുതി ഇങ്ങനെ ചാടി വീഴും. എന്നും ഞാനല്ലോ പോകുമ്പോൾ ഞങ്ങൾ ബിസ്ക്കറ്റ് ഇങ്ങനെ കൈ വെച്ച് കൊടുത്ത് വെള്ളമൊക്കെ കൊടുത്ത് ഞാനിങ്ങനെ എന്നും കൊടുത്തിട്ട് പോവുള്ളൂ. അതിന് വേണ്ടി ഒരു പാത്രം ഞാൻ മെയിൻ റോഡിൻ്റെ ഇപ്പുറം സൈഡിലാന്ന് ഓർക്കണം, അതുകൊണ്ട് വെച്ചിട്ട് പോകും. ഒരു ദിവസം ഞാനിങ്ങനെ അഡോപ്ഷൻ ഇങ്ങനെ എടുക്കുന്ന ആംബുലൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു കൊറോണ ടൈമിൽ 2001 കൊറോണ ടൈമിൻ്റെ എൻഡിലാണ്. അതെ അന്നേരം ഞാൻ എന്നറിയോ
എന്നിട്ട് അവരെ എനിക്കൊരു നമ്പർ കിട്ടി. ഞാൻ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു വരാമെന്ന് പറഞ്ഞാലും എന്നറിയാം കൊറോണ ടൈം ആയതുകൊണ്ട് അവർക്കൊരു ടൈം മീൻസ് ഒരു വണ്ടിയൊക്കെ ഓടാനായിട്ട് ഒരു ടൈം ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ അവർ ചോദിച്ചു 2500 രൂപ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2-3 ദിവസം ഞാൻ കാത്തിരുന്നു കേട്ടോ, അതിനെ എടുത്തിട്ട് പോകാനായിട്ടെന്ന് പറഞ്ഞാൽ മരിച്ചൊന്നുമില്ലെങ്കിലും റോഡിൽ കിടന്ന് മരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവർ കൊണ്ടുപോവാണ്, അവർ നോക്കൂല, അവർക്ക് ഇങ്ങനെ ഈ റോഡിൽ കിടക്കുന്ന പട്ടികളെ ഒക്കെ അവർ കൊണ്ടുപോയിട്ട് അവരിങ്ങനെ ഒരു ഗേജിലിട്ടിട്ട് നോക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പക്ഷേ കുറേ ദിവസം ഞാൻ നോക്കിയിട്ടും പിന്നെ അവർ വന്നില്ല. പിന്നെ ഇപ്പം ആ പട്ടിക്കുട്ടി എന്തായെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ 1-2 വർഷമായി. അങ്ങനെ കുറേ ഇപ്പം എൻ്റെ ഹോസ്പിറ്റലിൽ അടുത്താണ് പട്ടികൾ വരും. ഞാൻ വന്ന് എൻ്റെ ഡോക്ടേഴ്സും അവരൊക്കെ കാണാതെ ഞാൻ അവർക്ക് ഫുഡ് കൊടുക്കുമായിരുന്നു. കണ്ടു കഴിഞ്ഞാൽ വഴക്ക് പറയും. അങ്ങനെ ഒത്തിരി ഉണ്ടായിരുന്നു. ഇനി ഒത്തിരി കഥകളൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ സ്നേഹിച്ച എൻ്റെ മിന്നുമ്മയും സ്വീറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെയൊക്കെ സങ്കടം. അപ്പോൾ എൻ്റെ ചെറിയ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്കെല്ലാം ബോറടിച്ചിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ ഇനി ഈ വീഡിയോ അടുത്ത വീഡിയോ നാളെ. ഓക്കെ, ബൈ.